തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ച് സൗദിയിലെ UDF പ്രവാസി സംഘടനകൾ OICC, KMCC പ്രവർത്തകരാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നിരവധി മുൻ പ്രവാസികളും നേതാക്കളും ഇത്തവണ വലിയ വിജയം നേടിയിട്ടുണ്ട്. ഓഫീസുകളിലും റൂമുകൾ കേന്ദ്രീകരിച്ചുമാണ് ആഘോഷ പരിപാടികൾ ഒരുക്കുന്നത്. ജിദ്ദയിൽ നിന്ന് സാബിത് സലീം വിവരങ്ങൾ നൽകും. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ UDF സംഘടനകൾക്ക് കീഴിൽ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ KMCC, OICCയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിപാടികൾ നടക്കുകയാണ്. നമുക്കറിയാം, നിരവധി പ്രവാസികളും ഈ മത്സര വിജയിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒപ്പം ഏതാനും പ്രവാസി സുഹൃത്തുക്കൾ കൂടി ചേരുകയാണ്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ്. അവരോട് സംസാരിക്കാം. ഗംഭീര വിജയം. ഇതുവരെ UDFന് ഒരു പുനർജീവൻ നൽകിയ അത്യുഗ്ര വിജയമാണ് ലഭിച്ചത്. അതിൽ പ്രവാസ ലോകത്ത് നിന്ന് ഞങ്ങൾ വളരെയധികം സന്തോഷവാനാണ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രവാസ ലോകത്ത് നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാനാകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ വിജയത്തിന് വേണ്ടി ഞങ്ങളുടേതായ എല്ലാ പങ്കും OICCയുടെ ഭാഗത്തു നിന്നും KMCCയുടെ ഭാഗത്തു നിന്നും ഒറ്റക്കെട്ടായി UDF എന്ന സംവിധാനത്തിൽ നിന്നും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ ക്യാമ്പയിനുകളൊക്കെ നടന്നു, പക്ഷേ അവസാനം വിജയിച്ചത് UDF ആയിരുന്നു. വലിയൊരു വിജയം തന്നെ നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ്. കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ ഒരു ദിശ സൂചികയായിട്ട് തന്നെയാണ് ഈ വിജയത്തെ കാണുന്നത്. കാരണം നമുക്കൊക്കെ അറിയുന്നതാണ്, കേരളത്തിലെ സംസ്ഥാന ഭരണത്തിനെതിരായ ശക്തമായ ജനവികാരം, അതോടൊപ്പം തന്നെ UDF എല്ലാ കാലത്തും ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള വലിയ കെട്ടുറപ്പും ഐക്യവും, ഒരു മുന്നണി എന്നുള്ളതല്ല, ഒരു പാർട്ടി പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലം. പ്രവാസികളും കുറേ മത്സരിക്കുന്നുണ്ട്, കുറേ വിജയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ മലപ്പുറത്തൊക്കെ വലിയൊരു വിജയമാണ് നേടിയിട്ടുള്ളത്? ഇവിടെ പ്രവാസി സംഘടനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ KMCCയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ KMCC കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാനുള്ളത്, പ്രവാസി സമൂഹത്തിൽ നിന്ന് ഈ കേരളത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ളത്, CPMൻ്റെ വർഗീയ കപട രാഷ്ട്രീയത്തിനെതിരെയുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിധിയെത്തായിട്ടാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത്. എന്തൊക്കെ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്? ആഘോഷ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം, പൊതുവിൽ എല്ലാ പ്രവാസികളും ഈ ഒരു വിജയം ആഗ്രഹിച്ചത്. കാരണം പ്രവാസികൾ ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭരണം ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പൊള്ളത്തരങ്ങളായ വാഗ്ദാനങ്ങളും അത് വിശ്വസിക്കാത്ത നല്ലവരായ ജനങ്ങൾ ഈ ഒരു വിജയത്തിന്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, കാരണം ഈ ഭരണവിരുദ്ധ വികാരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ജില്ലകളെടുത്ത് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്നും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു കോഴിക്കോട് ജില്ല. ആ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 70 ഗ്രാമപഞ്ചായത്തിൽ 39 പഞ്ചായത്തിലും UDFൻ്റെ UDF വിജയിച്ചു. 25 വർഷവും 30 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഈ LDF ഭരിച്ചിരുന്ന പല ഗ്രാമപഞ്ചായത്തുകളും ഇന്ന് UDF ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുജനങ്ങൾ ഈ ഭരണത്തിനെതിരാണ്, തുടർഭരണത്തിനെതിരാണ്. ഈ കാപ്പട്യമായ രാഷ്ട്രീയം, അതായത് കപട രാഷ്ട്രീയത്തിന് വിരുദ്ധമായിക്കൊണ്ട് ജനങ്ങളത് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു വിജയത്തിന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്.